മഴയുടെ ശക്തി പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അത്രയും ശക്തിയിലുള്ള മഴ വ്യാപകമായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം ചില ജില്ലകളിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മഴ ശക്തി പ്രാപിക്കുന്നുള്ളതല്ലാതെ മൊത്തത്തിൽ മൺസൂൺ കാലവർഷം ഒന്നും ദുർബലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലർട്ടിനുള്ള അത്രയും മഴയെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇടയ്ക്ക് 2 ദിവസത്തേക്ക് നാളെയും മറ്റന്നാളും നമുക്ക് 2-3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മൺസൂൺ എല്ലാ ജില്ലകളിലും ഒരേപോലെ ശക്തിയിലായിരിക്കണം എന്നില്ല. അതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ചുരുക്കം ചില ജില്ലകളിൽ മാത്രം മഴയൊന്ന് ശക്തിപ്പെടും. ബാക്കിയുള്ള ജില്ലകളിൽ സാധാരണ പോലെയുള്ള ഒരു നേരിയ മഴയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി കുറഞ്ഞ ഒരു മഴ മാത്രമേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ദിവസങ്ങളിൽ കാറ്റിന്റെ ശക്തി കൂടി ഒന്ന് കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒറ്റപ്പെട്ട് വരുന്ന മഴ പൊതുവെ ശക്തിയായ കാറ്റിനോട് കൂടിയാണ് വരുന്നത്. അപ്പം മഴയോടൊപ്പം വരുന്ന കാറ്റിനെയും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഈ തീവ്ര മഴയുടെ ആശങ്ക ഒഴിഞ്ഞു എന്ന് പരിപൂർണമായി പറയാനായി സാധിക്കുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? അത് ശരിയാണ്. കാരണം ഇപ്പോ നമുക്ക് ഒരു ന്യൂനമർദ്ദ പാത്തി കർണാടകത്തിന് സമീപത്തൂടെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്വാധീനത്തിൽ നമുക്ക് കുറച്ചൊരു മഴ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ വെതർ സിസ്റ്റംസ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. സാധാരണ ഈ തീവ്ര മഴ എന്നൊക്കെ പറയുന്നത് ബംഗാൾ ഉൾക്കടലും ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ന്യൂനമർദ്ദം ഒന്നും ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അടുത്ത് വരുന്ന ഒരു 15-ാം തീയതി വരയ്ക്കും അല്ല 15 അല്ലെങ്കിൽ 17 വരയ്ക്കും ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒറ്റപ്പെട്ട ചില ശക്തിയായ മഴ മാത്രമേ ഉള്ളൂ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. തീവ്ര മഴയൊന്നും ഉണ്ടാവാൻ അല്ലെങ്കിൽ കേരളം മുഴുവനും വ്യാപകമായിട്ട് ശക്തിയായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്ന ഒരാഴ്ചക്കകത്ത് ഉണ്ടാവുന്നില്ല. പക്ഷെ മഴ ഉണ്ടാകും. കാരണം കാലവർഷമാണ്. നമുക്ക് നേരിയ തോതിലെങ്കിലും എല്ലാ സ്ഥലത്തും മഴയുണ്ടാകും. അതുകൊണ്ട് മഴ തീരെ ഇല്ല എന്നല്ല ഇതിനർത്ഥം. മഴയുണ്ടാകും. അതായത് ഇപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ തന്നെ അന്തരീക്ഷം ഒന്ന് ശാന്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെങ്കിലും വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും മഴ തുടരുന്ന ഒരു സാഹചര്യം, ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള ഒരു സാഹചര്യം അത് തന്നെയാണോ നിലവിൽ പ്രതീക്ഷിക്കേണ്ടത്? അതെ, ഈ ഓറഞ്ച് അലർട്ട് ഒരു ജില്ല മുഴുവനെ കൊടുത്തെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ അതിശക്തമായ മഴയൊക്കെ പെയ്യുള്ളൂ. അല്ലാതെ ജില്ല മുഴുവനും എല്ലാ സ്ഥലത്തും ഒരേപോലെ അതിശക്തമായ മഴ പെയ്യണം എന്നില്ല. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം 12 സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യും. അതാണ് അതിനർത്ഥം. അപ്പൊ ഈ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജില്ലയിലും 1-2 സ്ഥലങ്ങളിൽ മാത്രമേ അത്രയും മഴ പെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൽ ചെറിയ മഴയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു മഴ തൽക്കാലം നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ തുടർച്ചയായുള്ള മഴയ്ക്കൊരു ചെറിയ ശമനം ഉണ്ടായതോടെ ജനങ്ങളെ സംബന്ധിച്ച് കുറച്ചൊരാശ്വാസം പറയുന്നുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും ചൂടിന് കുറവില്ല എന്നുള്ളൊരു പരാതി കേൾക്കുന്നുണ്ട്. ഈ മഴക്കാലത്തും ഇത്ര കഠിനമായ ചൂട് അതേൽക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി. അത് നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു ജിയോഗ്രഫിക്കാരന്റെ ഒരു കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലമാണ്, അല്ലെങ്കിൽ സമ്മർ സീസൺ ആണ്. അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കാലവർഷ മേഘങ്ങളും അതിനോട് കൂടെയുള്ള ആ മഴയും വരുന്നത് കൊണ്ട് നമ്മൾ ഈ വേനൽക്കാലം അറിയാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ വേനൽക്കാലത്ത് നിന്ന് നമുക്കൊരു മറയാണ് നമ്മുടെ ഈ കാലവർഷം എന്ന് പറയുന്നത്. അപ്പോൾ കാലവർഷം എത്താത്ത സ്ഥലങ്ങളായ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇപ്പം അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അവിടെയും കാലവർഷം എത്തിക്കഴിയുമ്പോൾ അതിശക്തമല്ലെങ്കിൽ പോലും അവിടെയും താപനില കുറച്ച് കഴിയുമ്പോൾ കാലവർഷം എത്തിക്കഴിയുമ്പോൾ അത് കുറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ കാലവർഷം എന്ന് പറയുന്നത് ഈ കൊടും ചൂടിൽ നിന്നുള്ള ഒരു രക്ഷാകവചമാണ്. അതുകൊണ്ടാണ് ഈ മഴക്കാറൊന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സൂര്യന്റെ തീക്ഷ്ണമായിട്ടുള്ള രശ്മികൾ നമുക്ക് വരുന്നത് കൊണ്ടാണ് ആ സമയത്തേക്ക് നമുക്ക് ഒരു ചൂട് കൂടുതലായിട്ട് പോലെ തോന്നുന്നത്. പിന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ ആർദ്രത ഒത്തിരിയുണ്ട്. അതായത് ഹ്യൂമിഡിറ്റി നല്ല പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഹ്യൂമിഡിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ഈ ഒരു സമയത്ത് വരും. അതുകൊണ്ട് മഴ മാറി നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് താപനില കൂടി നിൽക്കുന്നതായിട്ട് തന്നെ ഉണ്ടാവും. അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം മാത്രമേ. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല, പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നമുക്ക് കാലാവസ്ഥ വ്യതിയാനോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല. മഴ മാറി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാലവർഷത്തിലും വരുന്ന ഒരു കാര്യം തന്നെയാണിത്.
അതുപോലെ ഈ മഴ പെയ്ത സാഹചര്യത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്ത പല മേഖലകളും ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ കുറേ നേരം മണിക്കൂറുകളോളം തോരാതെ മഴ പെയ്തു. അതിൽ കനത്ത നാശനഷ്ടങ്ങളും അതുപോലെ ദുരിതങ്ങളും ഒക്കെ തന്നെ പലയിടത്തും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മരങ്ങൾ കടപുഴകി വീണും വെള്ളക്കെട്ടുണ്ടായും, അതുപോലെ ശക്തമായ കാറ്റിൽ മേൽക്കൂരകൾ പറന്നുപോയും, അതുപോലെ വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ തന്നെ തകരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ കൂടുതൽ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണോ ഈ കാലവർഷം? ഇപ്പോ ഈ മഴയൊന്ന് ദുർബലമായി നിൽക്കുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ കാലവർഷം ദുർബലമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് വരുന്ന മഴമേഘങ്ങൾ എന്ന് പറഞ്ഞതിൽ അതിൽ പലപ്പോഴും ഇടിയോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുള്ള മഴമേഘങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഴയിൽ ആ കാറ്റിന്റെ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ വരുന്ന ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഈ കാറ്റ്, അതിശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതുപോലെ ചിലപ്പോഴെങ്കിലും അത് ഈ വലിയ മരങ്ങളെയൊക്കെ മറിച്ചിടാനൊക്കെ ശക്തിയുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ പല വീടുകളിലും ഈ ട്രസ്സൊക്കെ ചെയ്ത് ഇതിന് ഷീറ്റൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അത് എന്താ പറയാ, കാറ്റിന്റെ ആ ഒരു പ്രഷർ കൂട്ടാൻ ഒന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഷീറ്റ് കൊണ്ടുള്ള ആ കവചം മുഴുവനും ഈ കാറ്റ് ഉയർത്തിക്കൊണ്ട് പോകുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം അതൊരു പക്ക കൺസ്ട്രക്ഷൻ അല്ലല്ലോ, നമ്മൾ വീട് പോലെ അത്രയും കെട്ടുറപ്പുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒന്നും ആയിരിക്കില്ല ഈ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മുന്നറിയിപ്പിന്റെ കൂടുതൽ KSDMയുടെ മെസ്സേജുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഈ ഷീറ്റ് മേൽക്കൂരയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോർഡുകള് അങ്ങനെയുള്ള വീക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബലം കുറഞ്ഞ നിർമ്മിതികളൊക്കെ ഉള്ളിടത്തുനിന്ന് ഒന്ന് മാറി നിൽക്കുക. അതുപോലെ ഈ മരത്തിന്റെ ചൂട്ടില് ശക്തമായ കാറ്റുള്ളപ്പോൾ മരത്തിന്റെ ചൂട്ടില് നമ്മൾ അഭയം തേടാതിരിക്കുക, അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ചില പ്രിക്കോഷൻസ് ഒക്കെ KSDMA ഓൾറെഡി ഈ അതിശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പ് കൊടുക്കുന്നതിനോടൊപ്പം KSDMയുടെ ഭാഗത്തു നിന്ന് അവര് ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്. കാറ്റൊന്ന് പെട്ടെന്ന് വന്നു പോവുകയുള്ളൂ. അപ്പൊ അത് ഏത് കൃത്യമായിട്ട് എവിടെ വരുന്നു എന്നുള്ളത് നമുക്കൊരു അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കാറ്റ് വരുമ്പോൾ പബ്ലിക് എന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാകുമ്പോൾ നമ്മളിങ്ങനെ അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ കെട്ടുറപ്പുള്ള കെട്ടിടങ്ങളിലേക്കൊക്കെ ഒന്ന് ഒരു മാറി നിൽക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശക്തിയായി കാറ്റുണ്ടാവാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ ചിലപ്പോഴെങ്കിലും ഇടിമിന്നലും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള മഴയോടൊപ്പം. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റിന്റെ അല്ലെങ്കിൽ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി വരുമ്പോഴേക്കും കാറ്റിന്റെ ഒക്കെ ഒരു ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങിയാൽ നമ്മൾ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ മൺസൂണിലും അതിന് മുമ്പത്തെ മൺസൂണിലും ഒക്കെ നമ്മൾ ഈ കാറ്റുകൊണ്ടുള്ള അപകടം വളരെ ഗണ്യമായ രീതിയിൽ ഉണ്ടായിട്ട് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്കിലൊക്കെ വന്നിട്ടുണ്ട്. വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അപകടം ഉണ്ടാവാത്ത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.